ഇന്ത്യ ഒരു ഗ്രോയിങ് എക്കോണമിയാണ്. ഒരു ഗ്രോയിങ് എക്കോണമിയുടെ കൂടെ വലുതാകുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. കുറച്ച് കണക്കുകൾ ഞാൻ പറയാം. നമ്മുടെ GDP 7.4 7.6 ഈ കൊല്ലം വളരാൻ പോകുന്നത്. അതിനകത്ത് പല സെക്ടേഴ്സും അതിൻ്റെ കൂടെ വലുതാകുന്നുണ്ട്. അത് ഫിനാൻഷ്യൽ, റിയൽ എസ്റ്റേറ്റ്, സർവീസസ് എല്ലാം 9.9% വലുതാകുന്നത്. മാനുഫാക്ചറിങ് 9.1 വലുതാകുന്നത്. നോമിനൽ GDP എന്ന് പറയുന്നത് 12% കൂടുതലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം വരുന്നത് നമ്മുടെ ഏണിങ്സ് ഗ്രോത്താണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രൈസസിനെ, ഇൻഡിവിജ്വൽ പ്രൈസിനെ വലുതാക്കുന്നത്. അതുതന്നെയല്ല, കണ്ടമാനം ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് ഇപ്പോൾ 12.2 crores മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഡിമാറ്റ് അക്കൗണ്ട്സ് 21.6 crores മുകളിലാണ്. SIPയിൽ 28,000 crores പെർ മന്ത് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. ഈ ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഹൗസ് ഹോൾഡിൽ നിന്ന് വരുന്നത് 2% ആയിരുന്നു ഒരു 2012. ഇപ്പോൾ അത് ഏകദേശം 15%ഓളമായി വരുന്നുണ്ട്. FIIs കഴിഞ്ഞ മാസം 6,000 crores പുറത്തേക്ക് വലിച്ചപ്പോൾ 38,000 ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്, അതായത് മ്യൂച്വൽ ഫണ്ട്സ് വഴി അകത്തേക്ക് വന്നത്. ഗ്ലോബലി നമ്മളുടെ മാർക്കറ്റ് ക്യാപ്പ് 4% ഉണ്ട്. അത് 5th ലോകത്തിൽ. ഞാനിത് പറയുന്നത് വെറുതെ കുറച്ച് കണക്കുകൾ പറയാനല്ല. നമ്മൾ ഗ്രോയിങ് എക്കോണമിയാണ്. ഇപ്പോഴത്തെ വാർ സിനാരിയോയിൽ നമ്മുടെ പല സ്റ്റോക്സും, നല്ല സ്റ്റോക്സും PE 20 താഴെയുണ്ട്. അതിനകത്ത് ചൂസ് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിൽ വരുന്ന ഇൻകം ഇപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം അവസാനം തന്നെ അത് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്ററുടെ അഡ്വൈസ് എടുത്തിട്ട് മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീക്കെൻഡിൽ സ്ട്രാറ്റജിയെക്കുറിച്ച് വിശദമായ വീഡിയോ ഉണ്ടാവും. താങ്ക് യു.